ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഫീഡിങ് നൈറ്റി ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ഡബിൾ എക്സൽ സൈസുകാർക്ക് ചെയ്യാൻ പറ്റിയ അളവിലാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർ തന്ന മെഷർമെന്റിൽ അവർ ചെസ്റ്റ് അളവ് വരുന്നത് 40 കേട്ടോ വരുന്നത്. അതായത് ഏകദേശം ഒരു ലാർജ് സൈസിലാണ് അവർ ഇത് വരുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ നൈറ്റ് ചെയ്യാൻ സമയത്ത് കുറച്ച് ലൂസിലാണല്ലോ ചെയ്യുന്നത്, കറക്റ്റ് ഫിറ്റിൽ ചെയ്യുന്നത്. കുറച്ച് ലൂസിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ 44 പറയുമ്പോൾ നമുക്ക് ഡബിൾ എക്സൽ വരും കേട്ടോ. ഡബിൾ എക്സലാണ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ നേരെ കട്ടിങ്ങിലേക്ക് കടക്കാം കേട്ടോ. പിന്നെ ഇത് നൈറ്റി വെച്ചാൽ അടിവശത്ത് ഫ്രില്ല് വരുന്ന മോഡലാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഫുൾ നൈറ്റി അല്ല, മുമ്പിൽ ഇൻവിസിബിൾ സിബും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ താഴ്വശത്ത് ഫ്രില്ല് ഫ്രോക്ക് നൈറ്റി ഇല്ലേ, അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നെറ്റിയിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലെങ്ത് വരുന്നത് 48 ഇഞ്ചാണ്. 48 ഇഞ്ചിൽ നിന്ന് ഒരു 7 ഇഞ്ച് കുറച്ചു, നമ്മൾ ഒരു 7 ഇഞ്ചിലാണ് കേട്ടോ ഫ്രില്ലിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് 41 ഇഞ്ചാണ് ലെങ്ത് കിട്ടുന്നത്. അതിൻ്റെ ഒന്നിച്ച് 1 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടി 42 ഇഞ്ചിൽ കണക്കായിട്ട് മെറ്റീരിയൽ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യം കഴുത്തിന്റെ അകലം എടുക്കാം. കഴുത്തിന്റെ അകലം എത്രയാന്ന് നോക്കാം. ആ 3 ഇഞ്ചാണ് നമ്മുടെ കഴുത്തിന്റെ അകലം വരുന്നത്. 3 ഇഞ്ച് കഴുത്തകലം വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇവിടുന്ന് ഷോൾഡർ നോക്കാം കേട്ടോ. ഷോൾഡർ എടുക്കുന്ന 3.5 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ അടിച്ച് കഴിയുമ്പോൾ ഷോൾഡർ 3.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ ഒന്നിച്ച് ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് കഴുത്തടിക്കുമ്പോൾ കുറച്ച് പോവും, അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ് കൂട്ടുമ്പോൾ കുറച്ച് പോകും. അപ്പം അതിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കൊടുക്കുന്നത്. അപ്പം നോക്കാം, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 7.5 ഇഞ്ചോളം നമുക്ക് വരുന്നുണ്ട്. ആ 7.5 തന്നെ 7.75 വരുന്നുണ്ട് കേട്ടോ. അത് 7.75 തന്നെ ഞാൻ ഇതുപോലെ കുറച്ച് താഴത്തേക്ക് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുത്തിന്റെ ഇറക്കം നോക്കാം കേട്ടോ. ഫ്രണ്ടിലത്തെ കഴുത്തിന്റെ ഇറക്കം 5 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ടിലത്തെ കഴുത്തിന്റെ ഇറക്കം 5 ഇഞ്ച്. ഇതുപോലെ ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് ഇങ്ങനെ വരക്കാം. ബാക്കിലത്തെ കഴുത്തിന്റെ ഇറക്കം എടുക്കുന്നത് 4 ഇഞ്ചാണ്. അതും ഇവിടെ തന്നെ ഇങ്ങനെ ബോക്സ് കണക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നെക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ഏത് നെക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ നെക്ക് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂനെക്കാണ് കേട്ടോ വരക്കുന്നത്. രണ്ടിലും യൂനെക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഇത് വരുന്നില്ലേ, നെക്കിന്റെ അകലം ഇത് വരുന്നില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ ഈ ഷോൾഡർ ആം ഹോൾഡ് വരക്കുന്നെടുക്കുന്ന ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ഈ ഒരു 3 ഇഞ്ച് കഴുത്തകലം വരുന്ന 3 ഇഞ്ചിന്ന് നമ്മുടെ ഈ 1/2 ഇഞ്ചിലേക്ക് ഇതുപോലെ ഷോൾഡർ ചെരിച്ചു കൊടുക്കണം. ഷോൾഡർ ചെരിവ് കൊടുക്കണം. ആ ഷോൾഡർ ചെരിവ് കൊടുത്തെടുക്കുന്ന വേണം നമ്മുടെ ആം ഹോളിന്റെ ലെങ്ത്. അതായത് ഇവിടെയല്ലേ ഷോൾഡർ ചെരിവ് വന്ന്, അവിടുന്ന് വേണം നമ്മുടെ ആം ഹോളിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു 7.5 ഇഞ്ച് ആം ഹോളിന്റെ ലെങ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ വെക്കുന്ന സമയത്ത് നമുക്ക് 7.5 കിട്ടി. ഇനി ഈ ടാപ്പ് ഇവിടെ ഇതിന്റെ മുകളിൽ, അതായത് നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ താഴത്തെ മാർക്കില്ല, മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഏകദേശം 8 ഇഞ്ച് കിട്ടും. ആ 8 ഇഞ്ച് ഇതുപോലെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ചെസ്റ്റ് വരക്കുന്ന സമയത്ത് വളയാതെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുത്താൽ മതി. അപ്പം ഇത്ര പോലെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പം ചെസ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ 40 ഇഞ്ച് വരുന്നത് ലാർജ് സൈസിലാണ് തന്ന്. 44 കുറച്ച് ലൂസിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് 44നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 11 ഇഞ്ച് കിട്ടും. ഇത് മെറ്റീരിയൽ ഇപ്പോൾ മടക്കി വെച്ച് 2ആയിട്ട് മടക്കി വെച്ച് അപ്പോൾ 2 പീസ് വരുന്നുണ്ട്. അപ്പം 4 ആയില്ലേ, നമുക്ക് 4 മടക്കിലാണ് നിങ്ങൾ വന്നത്. അപ്പം അങ്ങനെ 11 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് ടാപ്പ് ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്കും 11 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ 11 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് 12.5 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ വരക്കാം. ഇനി നമുക്കിത് ഈ നമ്മൾ ഇനി എല്ലാ അളവെടുക്കുമ്പോൾ നമ്മുടെ ഈ ആം ഹോളൊക്കെ വരക്കാൻ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഒരു മാർക്ക് കൊടുക്കാം. അത് ആം ഹോൾ വരക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും നമ്മൾ കറക്റ്റ് ചെസ്റ്റ് അളവ്, തയ്യൽ തുമ്പ് കൂട്ടണ്ട, കറക്റ്റ് ചെസ്റ്റ് അളവും തമ്മിൽ വരുന്ന രീതിക്ക് ഇതുപോലെ നമ്മുടെ ആം ഹോളിൻ്റെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ആം ഹോൾ ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ
ഇങ്ങനെ വന്നിട്ട് നമുക്കത് ഇവിടത്തേക്ക് മാത്രമേ വേണ്ടൂ കേട്ടോ, ഇങ്ങോട്ടേക്ക് എടുക്കണ്ട. കട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യും. കറക്റ്റ് ചെസ്റ്റുകൾ വരെ മാത്രം നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്താൽ മതി. നമുക്ക് ഫ്രണ്ടിലത്തെ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു 3/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീട്ടി കൊടുക്കുക. ഒരു 3/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീട്ടി കൊടുത്തിട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഇവിടത്തേക്ക് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതിന്റെ സെന്റർ നോക്കാം. ഇതിന്റെ സെന്റർ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ ആയിരിക്കും വരില്ല. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ഇത് തന്നെയാണ് വരുന്നത്, ഈ ഒരു പോയിന്റ് തന്നെ വരുന്നത്. അത് ജസ്റ്റ് മാർക്ക് ചെയ്ത് ഈ ഒരു ഇതും നമ്മുടെ ഈ ഒരു ഇതും തമ്മിൽ വരക്കാം. നമുക്കിപ്പോൾ ഈ ആം ഹോൾ സ്കെയിൽ വെച്ച് വരക്കാൻ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്താ വെച്ചാൽ കുറച്ച് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കൈവച്ച് വരക്കുന്നുണ്ടെങ്കിൽ കൈവച്ചിട്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് വരച്ചെടുക്കാം കേട്ടോ. വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ചെറിയ രീതിക്കൊന്നും ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുക. ഇത്ര വരെ മാത്രം വന്നാൽ പോരാ, ഇത് മുകളിൽ നിന്നേ വരേണ്ടതാണ് കേട്ടോ. നമുക്കത് ഇവിടുന്നേ വരും കേട്ടോ. ഇങ്ങനെ ഈ ഒരു യെല്ലോ ചോക്കില്ലേ, അതാണ് നമ്മുടെ ഫ്രണ്ടിലത്തത് വരുന്നത്. നമ്മുടെ ഈ ഒരു പിങ്ക് ചോക്കില്ലേ, പിങ്ക് ചോക്ക്, ഇതാണ് നമ്മുടെ ബാക്കിലത്തെ ആം ഹോൾ. ചെറിയ ഡിഫറൻസ്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇത് പിന്നെ ചെസ്റ്റ് ഇങ്ങോട്ടായതുകൊണ്ട് നമുക്ക് സ്കെയിൽ വെച്ച് വരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കൈവച്ച് തന്നെ നമുക്ക് വരച്ചാൽ മതി. കാണിച്ചു എന്നേ ഉള്ളൂ. ചെറിയ അളവൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത്രയും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത്. അപ്പം നമുക്ക് ഷോൾഡറിൻ്റെ അടുത്തത് ഇവിടെ വെക്കാം. ടാപ്പ് ഇവിടെ വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഒരു 14 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. മുകളിൽ വെച്ചിട്ട് ഒരു 14 ഇഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് അളവ് നോക്കാം. വേസ്റ്റ് അളവ് എടുക്കുന്നത് 40 കേട്ടോ. അപ്പം ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നമ്മുടെ 10 ഇഞ്ചാണ് വരുന്നത്. 10 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ചും 11.5 ഇഞ്ച്. അപ്പം നമുക്ക് ചെസ്റ്റ് നമ്മുടെ വേസ്റ്റിലേക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരു വര വരക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ സൈഡിലോട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഹിപ്പ് അവർ തന്നിട്ടുണ്ട് കേട്ടോ, 48 അവർ നമുക്ക് ഹിപ്പ് തന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഹിപ്പിൻ്റെ കൂടി നോക്കിയിട്ട് വേണം മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഹിപ്പ് 48 എടുക്കുന്നുണ്ട്. വേണ്ട 50 തന്നെ എടുക്കാം. 50 ഡിവൈഡ് ബൈ 4 വരുന്ന സമയത്ത് 12.5 വരുന്നത്. അപ്പം നമുക്ക് ഹിപ്പ് ഏകദേശം ഇവിടുന്ന് ഒരു 20 ഇഞ്ചിൻ്റെ അടുത്ത് അങ്ങനെ എടുക്കുക. 20 ഇഞ്ചിൻ്റെ അടുത്ത് വെക്കുമ്പോൾ ഒരു 12.5 അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കിതാ കുറച്ചധികം ഉണ്ട്. 12.5 കൂടാണ്ട് ഒരു 14 അടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് അതും കൂടി നോക്കണം നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത്. ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് താഴത്തോളം ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ് നോക്കട്ടെ. സ്ലീവ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ വന്നിട്ട് എടുക്കുന്നത്. അപ്പം താഴ്വശം ലെവലില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ തയ്യെടുത്തുമ്പോൾ അടക്കം നമുക്ക് ഒരു 6 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. 1 ഇഞ്ചാണ് എടുക്കുന്നത്. 1.5 ഇഞ്ച് എടുക്കാം കേട്ടോ. 6.5 ഇങ്ങനെ എടുത്തു. അതേപോലെ കുറച്ച് ഇപ്പുറത്തേക്കായിട്ട് 6.5 മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മുടെ ഇത് മാർക്ക് ചെയ്തില്ല. അപ്പോൾ ചെസ്റ്റ് വരുന്നത് എത്രയാണ്? 11 ഇഞ്ചാണ്. ഏകദേശം 11 ഇഞ്ച് ഇവിടെ വരുന്നത് നോക്കാം. അത് ഇവിടെ ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് ഒരു 3 ഇഞ്ച് താഴത്തേക്ക് കൊടുക്കാം. 3 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ താഴത്തേക്ക് കൊടുക്കാം. നമ്മൾ 3 ഇഞ്ചാണല്ലോ ഇങ്ങനെ കൊടുക്കുന്നത്. ആ ഒരു 3 ഇഞ്ച് കുറച്ച് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ആ ഒരു 3 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ കൊടുത്തു. 3 ഇഞ്ച് നമ്മൾ ഈ താഴെ കൊടുക്കുന്ന ഒരു വീതിയാണ് കേട്ടോ. പറഞ്ഞാൽ 3 ഇഞ്ചിലാണ് നമ്മൾ കൊടുക്കല്. നമുക്ക് ഈ ഒരു പോയിന്റ് ഇവിടെ ക്ലോസ് ആണ്. പിന്നെ ഇങ്ങനെ ചെരിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് 11 ഇഞ്ച് നോക്കണം. അതായത് ഒരു 11 ഇഞ്ച് ഇത് ഇവിടെ വെച്ചു. ഇവിടെ വരും 11 ഇഞ്ച്. ഇവിടെ വരും. ഇവിടെ ആയിട്ടാണ് 11 ഇഞ്ച് വരല്. ഇനി നമുക്ക് ഇവിടുന്ന് ഞാൻ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു 11 ഇഞ്ചിലേക്ക് ഇതുപോലെ ഇങ്ങനെ സ്ലീവ് വരച്ചെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടി വരും. സ്ലീവ് നമുക്കിത് ഇതിൻ്റെ സൈഡിലേക്ക് കൂടി തന്നെ നമുക്ക് ഇവിടുന്ന് സ്ലീവും എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കൈയിൻ്റെ ലൂസ് 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 7 ഇഞ്ച് കൈയിൻ്റെ ലൂസ് മാർക്ക് ചെയ്തു. ഒരു 1.5 ഇഞ്ചും കൂടി ഇതുപോലെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ 1.5 ഇഞ്ചിന്ന് നമ്മുടെ ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കും. നമുക്കിപ്പോൾ ഇതെല്ലാം കൂടി മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ യെല്ലോ വരുന്നതാണ് നമ്മുടെ സ്ലീവ്, പിങ്ക് വരുന്നതാണ് നമ്മുടെ ഷേപ്പ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഇത്
ബാക്ക് നെക്ക് കട്ട് ചെയ്ത് എടുക്കട്ടെ. അപ്പൊ രണ്ടും ഒരുമിച്ചല്ലേ ഉള്ളത്. ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്കത് ഇവിടുന്ന് നമ്മുടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് ആം ഹോൾ വഴി വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. താഴത്തോളൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് സ്ലീവ് ഇത് ഇവിടുന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഷേപ്പിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സൈഡ് തന്നെ സ്ലീവ് എടുക്കുന്ന സമയത്ത് നമുക്ക് താഴത്തിടേണ്ട ഫ്രില്ല് ബാലൻസ് തുണി നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അല്ലാതെ താഴത്ത് വന്ന് അതിന് സ്ലീവും കൂടി കട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ കുറവായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ സ്ലീവ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടിയും നല്ലത് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താഴ്വശം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടല്ല കേട്ടോ കൊടുത്തത്. നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തില്ല. ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ നിന്നൊക്കെ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ മതി. പിന്നെ നമ്മുടെ ആ ഓപ്പൺ വരുന്ന ആ ഒരു വശമില്ല, സൈഡ് വശം, നമ്മൾ സൈഡ് അടിക്കുന്ന വശം, ആ വശത്തുമ്പോൾ ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സൈഡ് മെറ്റീരിയൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ചെറുതായിട്ട് ഒരു 1.5 ഇഞ്ചൊക്കെ കയറ്റി വെച്ചിട്ട് ചെറിയൊരു അമ്പറിലൊക്കെ ഏലൈൻ ടോപ്പിനൊക്കെ അടിക്കത്തില്ലേ, അതുപോലെ ചെറിയ രീതിക്കൊന്ന് കയറ്റി വെച്ചിട്ട് ഒന്ന് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനെന്താ നമുക്ക് സിബ് ഏകദേശം ഇത്രയൊക്കെ ലെങ്ത് വരുന്നത് ഞാൻ കുറച്ച് ഇത്ര വരെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ ഇവിടുത്തെ ഒന്ന് സെൻറ്ററിലേ കൂടി ഓപ്പൺ ചെയ്തെടുക്കുക. നമുക്ക് പീസ് വെച്ചിട്ട് അടിക്കുന്നതിന് പീസ് വെച്ചിട്ട് അടിക്കുക, അല്ലെങ്കിൽ സിബ് വെച്ചിട്ട് അടിക്കുന്നതിന് സിബ് വെച്ചിട്ട് തന്നെ അടിക്കുക കേട്ടോ. ഞാനിപ്പോൾ പീസൊന്നും വെക്കുന്നില്ല, സിബ് തന്നെ ഡയറക്റ്റ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഇതിപ്പോൾ സെൻറ്ററിലേ കൂടി ഒന്ന് ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് വെക്കാം. ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ സിബ് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ സിബ് നമുക്കിത് ഇവിടുന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെച്ചാൽ ഗമ്മുള്ളതുകൊണ്ട് നമുക്ക് മിത്തലോട്ട് എടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗമ്മിൻ്റെ അടുത്തത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഗമ്മിൻ്റെ എടുക്കുന്നതാണ് കേട്ടോ, അടിച്ചെടുക്കുന്നത് രണ്ടിതിലും ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സിബ് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെയാണല്ലോ നമുക്ക് സിബ് വരേണ്ടത്. ഇതുപോലെ ഇങ്ങനെ സിബ് വരണമെങ്കിൽ അത് നേരെ ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ അപ്പോൾ ആ ഗമ്മിൻ്റെ ഇത് നോക്കിയില്ല, മാർക്ക് ചെയ്തില്ല, ആ മാർക്ക് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. മുകളിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കത് കറക്റ്റാക്കി ഇവിടെ വെച്ചിട്ട് നമുക്ക് താഴത്തോളം ഒന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് സൈഡിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ചെയ്തപോലെ വെച്ചിട്ട് സൈഡിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ സൈഡിലേക്ക് കൂടി അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ അടിച്ചിട്ട് ഫുള്ള് വരെ അടിക്കുന്നില്ല, അതായത് നമുക്കിത് ഫുള്ള് വരെ അടിക്കേണ്ട, കുറച്ചൊരു ഗ്യാപ്പ് വേണം. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ചോക്കൊണ്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടം വരെ മാത്രമേ നമ്മൾ അടിക്കുന്നു. നമുക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് വേണം. അപ്പം ഇതുവരെ നമുക്കൊന്ന് ലോക്ക് ഇട്ട് നിർത്താം കേട്ടോ. ഇതുപോലെ ചെയ്തു. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഇപ്പുറത്തെ സൈഡും കൂടി പറഞ്ഞുതരാം. ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വരണമെങ്കിൽ ഇത് നേരത്തെ ഇങ്ങനെ തിരിക്കണം. ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക. പല്ലിൻ്റെ വശം ഇങ്ങോട്ടേക്ക് വരുന്ന രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്ലോസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാലും അത് നമ്മൾ ആ സൈഡിലെ അടിച്ചുകൊണ്ടാണ് ഇതുപോലെ കിട്ടിയത്. നമ്മൾ അടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പല്ലിൻ്റെ സൈഡിലെ കൂടി അടിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഇതുപോലെ വെച്ചിട്ട് ഈ പല്ല് ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് പല്ലിൻ്റെ സൈഡിലേക്ക് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിബിൻ്റെ ഇതിനെല്ലാവരും പല്ല് എന്ന് തന്നെയാണോ പറയലെന്ന് അറിയില്ല, ഈ ഒരു ഇതിനാട്ടാ ഞാൻ പല്ല് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം ഇതുപോലെ നീക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ സിബ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്തെടുക്കുക. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിബ് ഇങ്ങനെ ഇല്ലത്, നമുക്കിവിടെ ചെറിയൊരു ഗ്യാപ്പില്ലേ, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നേരെ നമ്മുടെ പ്രിൻ്റ് ഇല്ലാത്ത വശത്തേക്ക് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ആ സിബ് ഇതുപോലെ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേ കൂടി പുറത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ ഇതിനെ മടക്കി കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിലായിട്ടാണല്ലോ സിബിൻ്റെ കട്ട് ചെയ്ത് ഇതുപോലെ സെൻറ്ററിലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു ഗ്യാപ്പ് വരുന്ന കണ്ടോ, നമുക്ക് ഇത് കട്ട് കൊടുത്തില്ലേ അതിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിട്ട് കുറച്ച് താഴത്തു നിന്നായിട്ട്, അതായത് നമുക്ക് ഇവിടെയാണ് ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ താഴത്തു നിന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ക്രോസിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ.
ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഇവിടുന്ന് കുറച്ച് താഴത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിത് ഇതില്ലേ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ നിർത്തിയത് കാണുന്നില്ല, അവിടത്തേക്ക് നമുക്കൊന്ന് ക്രോസിൽ കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ വന്നിട്ട് ഈ ഒരു ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ക്രോസിൽ കൊണ്ട് ഇവിടെ നിർത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഇതാക്കാം. ഇതുപോലെ താഴത്തേക്കുള്ള നൂലും കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ ഇത്രയും സിബ് ബാലൻസ് ഉണ്ട്, നമുക്ക് അത്രയും സിബ് വേണ്ട കേട്ടോ. നമുക്ക് ഇതിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ പിടിച്ചിട്ട് കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കളയാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ നിവർത്തി നോക്കാം കേട്ടോ. ഇതാ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഇതിവിടെ ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അവിടെ ഇപ്പോൾ ഒന്നേ ഇട്ടിട്ടുള്ളൂ, അതുപോലെ ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ക്രോസ് പീസ് വെച്ച് കൊടുക്കാം. ചെറിയ ചെറിയ പീസ് 1.25 ഇഞ്ച് വീതിക്കാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണം വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ റൗണ്ടിൽ നെക്ക് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അടിച്ചിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ച് മെറ്റീരിയൽ ഇതുപോലെ ഉള്ളിലോട്ടേക്ക് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമുക്ക് ഇതുപോലെ വെച്ചിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ട് റൗണ്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ശേഷം ഇതുപോലെ പ്രസ് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഓപ്പോസിറ്റ് വശത്തേക്ക് മറിച്ചിട്ട് ആദ്യം ഒരു മടക്ക് മടക്കുക, രണ്ടാമത് വീണ്ടും ഇതൊരു മടക്ക് മടക്കിയിട്ട് റൗണ്ടിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ കുറച്ചധികം നമ്മൾ ഇത് വെച്ചിട്ടില്ല സിബ്, നമ്മൾ അത് കട്ട് ചെയ്ത് കളയണ്ട. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് വശത്ത് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ട് ആ ബാക്ക് വശത്തെ ക്രോസ് പീസ് ചെയ്യുന്ന സമയത്ത് പ്രസ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ആദ്യം വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തുട്ടാ. ഇതിനോട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു. അതിന് ശേഷം ഇതിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഷോൾഡറിൻ്റെ മുകളിലേക്ക് ഷോൾഡർ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു പീസ് വിട്ടിട്ട് വേണം, പീസിൻ്റെ ഇപ്പുറത്ത് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ പീസാണ് നമ്മൾ കവർ ചെയ്ത് അടിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പീസില്ലേ ചെറിയ അടിച്ച ഈ ഒരു പീസ്, ആ ഒരു പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് കവർ ചെയ്യുക. ഇതുപോലെ ഇങ്ങോട്ടേക്ക് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. മനസ്സിലായില്ലേ? ഈ ഒരു പീസിൻ്റെ അടുത്ത് ഇതുപോലെ ചേർന്ന് വെച്ച് കൊടുക്കുക. ആ പീസ് ഇങ്ങോട്ടേക്ക് കവർ ചെയ്തിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്തെ ഷോൾഡറും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതൊന്നും ഇങ്ങനെ നിവർത്തി കൊടുക്കാം കേട്ടോ. നിവർത്തി കൊടുത്തതിന് ശേഷം നമുക്കിതാ ഈ സൈഡിലെ കൂടി, അതായത് ഇങ്ങനെ മടക്കി മടക്കി നമുക്ക് ഈ സൈഡിലെ കൂടിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് സ്ലീവ് നോക്കാം. നമ്മൾ ഫ്രണ്ടിലത്തെ ഭാഗം ആം ഹോൾ കുഴിച്ച് കട്ടാക്കിയത് ഓർമ്മയില്ലേ? അപ്പൊ അതുപോലെ തന്നെ നമ്മൾ സ്ലീവിന്റെ ഫ്രണ്ട് വശം ചെയ്ത് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പ്രിന്റും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു അറ്റത്തുനിന്ന് ഇത് ഇങ്ങോട്ടേക്ക് നമുക്കൊരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു ഇഞ്ച് ഗ്യാപ്പാണ് എടുക്കേണ്ടത്. ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ സ്ലീവ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഷേപ്പ് കണ്ടോ, ആ ഷേപ്പിൽ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ കൂടി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് രണ്ടും ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കറക്റ്റാക്കി നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ട് വെച്ചില്ലേ, അത് ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റാക്കി വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ബാക്ക് വശം വരുന്നത്, ഞാൻ ഈ സെൻറ്ററിൽ ചെറിയ നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാക്ക് വശം വരുന്നത് നേരെ ഇങ്ങോട്ടേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഷേപ്പ് കാണാൻ കഴിയുന്നുണ്ടാ. ഇത് കളർ അങ്ങനെ തന്നെ ആയതുകൊണ്ട് ചെറിയൊരു ഷേപ്പ് കാണുന്നില്ല. അതാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്. നമുക്കത് ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ ചെറിയ നോച്ച് ഇടുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഫ്രണ്ട് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നോച്ച് ഇട്ടിട്ട് എടുത്തിട്ടുള്ളത്. രണ്ടിനും ഇതുപോലെ നോച്ച് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സ്ലീവ് ജോയിൻ ചെയ്യാം. നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ ഇതിലെല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്കത് ഇതുപോലെ ഇങ്ങനെ എടുക്കുക. ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഷോൾഡറിൻ്റെ അടുത്ത് ഇതുപോലെ ഇങ്ങനെ വെക്കാം. ഇത് ഷോൾഡർ നമ്മുടെ ഫ്രണ്ട് വശം വരുന്നത്. അപ്പൊ നമുക്ക് സ്ലീവ് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചിടാറല്ലേ ചെയ്യാറ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ആ കട്ട് നമ്മുടെ ഫ്രണ്ട് വശത്ത് തന്നെ വരണം. ഇപ്പൊ നോക്കിയേ,
കട്ട് കണ്ട ഈ ഫ്രണ്ട് വശത്തേക്കാണ് ഉള്ളത്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് തന്നെ വരും, അതിങ്ങനെ വരും. അതുപോലെ ഈ ഓപ്പോസിറ്റ് വശം അത് നമ്മൾ നോക്കാട്ടോ. അപ്പം ഈ ഒരു സ്ലീവ് എടുത്തിട്ട് ഇപ്പുറത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും കട്ട് ഇതാ ഇവിടെയാണ് വരുന്നത്, ബാക്ക് വശത്തേക്കാണ് വരുന്നത്. അപ്പം ഇത് കറക്റ്റ് അല്ല, ഈ സ്ലീവ് ഇതിന് കറക്റ്റ് അല്ല, ഈ സ്ലീവ് ഇതിനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ മറ്റേ സ്ലീവ് എടുക്കുക, നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതാ നമ്മൾ കട്ടിട്ടത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഫ്രണ്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ വെച്ചിട്ട് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്യാം. സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം മെഷർമെന്റും കാര്യങ്ങളും മാർക്ക് ചെയ്ത് സൈഡ് താഴോളം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ സൈഡ് ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ഇതുപോലത്തെ 2 വള്ളിയും കൂടി സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തേക്ക് വേണ്ട നമ്മൾ 7 ഇഞ്ചല്ലേ കുറച്ചത്, അപ്പൊ 7 ഇഞ്ചിന് വെച്ചാൽ 1 ഇഞ്ചും കൂടി കൂട്ടി 8 ഇഞ്ചിലാണ് നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ. അടിവശം 2ആയിട്ട് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ വശത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നിക്കും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം, എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രില്ലിട്ട് എടുക്കട്ടെ. അപ്പൊ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രില്ലിട്ട് എടുത്തു. എനിക്ക് ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ എത്തുന്ന സമയത്ത് എൻ്റെ നൂല് കഴിഞ്ഞിട്ട് അടിയത്തെ നൂലും, അപ്പൊ പ്രശ്നമില്ല, നമുക്ക് ആ സമയത്ത് ഫ്രില്ലിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ ഈ അടിവശത്ത് ഈ നൂലില്ലേ, ഈ അടിവശത്ത് നൂല് ഇതുപോലെ ഇങ്ങനെ എടുക്കാം. എന്നിട്ടത് ഇതുപോലെ കൈ വെച്ചത് മെല്ലെ മെല്ലെ ഇങ്ങനെ വലിച്ച് ചെറിയ ചെറിയ ചുരുക്ക് നമ്മുടെ നൈറ്റിന്റെ താഴ്വശത്ത് എത്രയാണോ വീതി വരുന്നത് അത്രയും വീതിക്ക് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ മെല്ലെ മെല്ലെ ഇതുപോലെ വലിച്ചിട്ട് നമുക്ക് ഫ്രില്ലൊന്ന് സെറ്റാക്കി എടുക്കാം. ഫ്രില്ലിട്ട് എടുത്തതിന് ശേഷം അത് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടെ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രസ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ അതിന്റെ ഇതിന്റെ ഫൈനൽ വരുന്നത് താഴത്ത് ഇതുപോലെ ഫ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് ഇതുപോലെ 2 വള്ളിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഫ്രില്ലൊക്കെ ഇതുപോലെ പ്രസ് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്ന. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ.